സിൽസ് റൂട്ട്. ഇന്ന് നമ്മളുടെ ഒരു പുതിയ ട്രാവലിംഗ് വ്ളോഗുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ രഞ്ജിത്ത് വന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ആയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റിയിൽ കൂടി തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തിരുവനന്തപുരത്തെ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ക്ലയൻ്റ് ഉള്ളത് കേശവാസപുരത്താണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളൂർ ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ഉണ്ടായിരിക്കുന്നത്. ഉള്ളൂർ ഭാഗത്തു നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ട്രാഫിക് ഒട്ടുമില്ല. ക്ലിയറായിട്ട് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഉള്ളൂർക്കാണ് ഭയങ്കര ട്രാഫിക്കാണ്. ഇപ്പം ഒരു സ്ലോ മൂവിങ് എന്നുള്ള രീതിയിൽ വണ്ടി പോകുന്നുണ്ട്. ഇവിടെ തിരക്ക് വരാൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സ്കാൻസ് ആൻഡ് ലബോറട്ടറീസ് ഏകദേശം 2-3 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലബോറട്ടറീസ് ഒക്കെ ഉണ്ട്. DDR, സീബോ, മെട്രോയും അങ്ങനെയുള്ള ലബോറട്ടറീസ് കൂടുതലായിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ സമയം കോവിഡ് ടൈം ആയതുകൊണ്ട് കൂടുതൽ പേഷ്യൻസ് വരുന്ന ഒരു സമയം ഒക്കെ ആയതുകൊണ്ടാണ് ഈ ട്രാഫിക് ജാം കൂടുന്നത്. സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജിലേക്ക് വലുതായിട്ട് പേഷ്യൻസ് ഒന്നും ഇപ്പം പഴയ രീതിയിൽ ഒന്നും ഇല്ല. ഇപ്പം നമ്മൾ ഉള്ളൂരായി. ഇവിടുന്ന് വലത്തേക്കാണ് പോകേണ്ടത്. നേരെ പോകുന്നത് NH ആണ്. നേരെ ആലപ്പുഴയിൽ തിരിഞ്ഞ് ആലപ്പുഴ എറണാകുളം പോകുന്ന റൂട്ടാണ്. നമ്മളിപ്പോൾ വലത്തോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നേരെ കേശവാസപുരം. ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ലേറ്റായി. സയൻസിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം 1.5 മണിക്കൂർ താമസം വന്നു. ശരിക്കും പെട്രോൾ നമ്മൾ തിരിച്ച് കേശവാസപുരം ഭാഗത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിടിലൊരു ലൈറ്റിങ്ങിൻ്റെ ഒരു പുതിയൊരു സ്റ്റോറൊക്കെ വന്നിട്ടുണ്ട്. pepperfry.com എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വലത്തെ സൈഡിൽ ഡൊമിനോസ് ഉണ്ട്, അരോമ ഫ്രഷ്, പിന്നെ തോംസന്റെ ഒരു കിടിലം ഷോറൂം വന്നിട്ടുണ്ട്. അത് ഏകദേശം 3-4 വർഷമായി തോംസൺ വന്നിട്ട്. ഭയങ്കര വിലയാണ്. അതിൻ്റെ ഫർണിച്ചറുകൾക്കൊക്കെ ഭയങ്കര റേറ്റാണ്. അതേസമയം റേറ്റ് അത്രയും പോലും റേറ്റ് ബാക്കിയുള്ള കമ്പനികളുടെ ഇതിലില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ കേശവാസപുരം ജംഗ്ഷനായി. കേശവാസപുരത്തെ ഏറ്റവും നല്ലൊരു വലിയ ആൽമരം, അത് കഴിഞ്ഞിട്ടുള്ള റൗണ്ട് അബൌട്ട്സും ഒക്കെയാണ്. ഇടത്തോട്ട് പോകുന്നതാണ് നമ്മുടെ MG റോഡ്. നേരെ കോട്ടയം പോകുന്ന റോഡാണ്. ഇവിടെ വലത്ത് സൈഡിൽ കണ്ടതാണ് കേദാരം. റൈറ്റ് സൈഡിൽ കാർ പാലസ്.
സാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ പഠിച്ച സ്കൂൾ ആണ് വലത്തെ സൈഡിലുള്ള സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിൻ്റെ ഓവർ ബ്രിഡ്ജ്, പിള്ളേർക്ക് വേണ്ടിയുള്ള ഓവർ ബ്രിഡ്ജ്, പക്ഷേ ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കിയതിന് ശേഷം ഇതേവരെ പിള്ളേർ കയറിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം അപ്പോഴത്തേക്കും കോവിഡ് ലോക്ക്ഡൗൺ ആയി. പിന്നെ അതേപോലെ തന്നെ സെൻറ്റ് മേരീസിൻ്റെ ചർച്ചായിരുന്നു വലത്തെ സൈഡിലുണ്ടായിരുന്നത്. ഒരു നിമിഷം ഫ്രണ്ട്സ്, എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നു. നമുക്ക് സിഗ്നൽ ത്രൂ ആയി കിടക്കുകയാണ്. പുറത്തോട്ട് തിരിഞ്ഞ് LMS ജംഗ്ഷൻ, വലത്ത് സൈഡിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ്, ഇടത്ത് സൈഡിൽ മെൻസ് ഹോസ്റ്റലാണ്, യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലാണ്. നേരെ ഓപ്പോസിറ്റ് കാണുന്ന വലിയ ബിൽഡിംഗ് നമ്മുടെ പബ്ലിക് ലൈബ്രറിയാണ്. ഇതിപ്പോൾ വലത്തെ സൈഡിൽ കാണുന്ന എല്ലാം പഴയ ബുക്സ് വിൽക്കുന്ന ഏരിയ. ഇത് നേരെ കാണുന്നത് കൻ്റോൺമെൻറ്റ് പോലീസ് ക്യാൻറ്റീനാണ്. മിലിറ്ററി ക്യാൻറ്റീൻ പോലെ തന്നെ സാധനങ്ങൾ, ഇപ്പം പോലീസിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലീസിലുള്ള ആളുടെ ഫാമിലിയിലും റിലേറ്റീവ്സിനൊക്കെ നല്ല രീതിയിൽ വില കുറച്ച് സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ആയാലും ഫുഡ് ഐറ്റംസ് ആയാലും എല്ലാം വില കുറച്ച് കിട്ടുന്ന ഒരു കൗണ്ടറാണ് താഴെ കൻ്റോൺമെൻറ്റിലുള്ളത്. നമ്മുടെ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ബേക്കറി ജംഗ്ഷനിലാണ്. അത് ഫ്ലൈ അണ്ടർ പാസേജ് വന്ന് ഇറങ്ങി പോർഷനിലാണ്. നേരെ ക്രോസ് ചെയ്ത് പോകുന്ന നേരെ കണ്ണിമറ മാർക്കറ്റിലാണ്, പാളയം കണ്ണിമറ മാർക്കറ്റിലാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പങ്കായമുണ്ട്. പങ്കായത്തിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ചാണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കണ്ടെയ്നർ വെച്ചാണ് അവർ ഈ ഒരു ബിൽഡിംഗ് പണിതേക്കുന്നത്. 9-12 കണ്ടെയ്നർ സെറ്റ് അടുക്കി വെച്ചാണ് ഒരു ഷോപ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടെയ്നർ വെച്ച് ഷോപ്പ് ഉണ്ടാക്കുന്നത് നമ്മളുടെ ഇവിടെ നോർമലി കണ്ടിട്ടുണ്ട്. പക്ഷേ വീടുണ്ടാക്കുന്നത് വലുതായിട്ട് കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലാണെങ്കിലും കാനഡയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടെയ്നർ വീടെന്ന് പറയുന്ന ഒരു പുതിയ ടൈപ്പ് കൺസ്ട്രക്ഷൻ രീതിയാണ്. സാധാരണ ഒരു കണ്ടെയ്നർ തന്നെ നമുക്ക് കഴിയാൻ വേണ്ട രീതിയിലുള്ള ഡിസൈനിങ്ങും ഒക്കെ US-ലൊക്കെ ഉണ്ട്. ശരിക്കും ഒരു നമ്മളുടെ രീതിയിലുള്ള ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6 കണ്ടെയ്നർ വേണം. ഫ്രണ്ടിൽ കൂടെ ഒരു നമ്മുടെ സൈനിക വാഹനം പോവുകയാണ്. അങ്ങോട്ട് നിർത്തിയാണ്. ലെഫ്റ്റ് സൈഡിൽ SP ഗ്രാൻഡീസ് എന്ന് പറയുന്ന ഹോട്ടലാണ്. ഇപ്പോൾ പനവിള കഴിഞ്ഞു. പനവിള ജംഗ്ഷൻ ഫ്ലൈ ഓവർ ഇറങ്ങി നേരെ വരുന്ന ജംഗ്ഷനാണ് പനവിള. പനവിള കഴിഞ്ഞിട്ട് നേരെ വരുന്ന റൈറ്റ്
റൈറ്റ് സൈഡിൽ ചെങ്കച്ചൂള കോളനിയാണ്. നേരെ കാണുന്നതാണ് ഹൈസിന്ത് ഹോട്ടൽ. ഇവിടെ ഇടത്ത് സൈഡിൽ കാണുന്ന ആ ബിൽഡിംഗ് ആണ് നമ്മുടെ മോഡൽ സ്കൂള്. നമ്മുടെ മോഹൻലാലും മണിയമ്പിള്ള രാജു ഏട്ടനും എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു സ്കൂളാണ് അത്, മോഡൽ സ്കൂൾ എന്ന് പറയുന്നത്. വലത്തെ സൈഡിലുള്ളതാണ് ഹൈസിന്ത്. ഇവിടെ ഒരു സെൻട്രൽ റെസിഡൻസി പുതിയൊരു വന്നു, 4 സ്റ്റാർ ഹോട്ടലാണ്. റൈറ്റ് സൈഡിലുള്ള ഓഫീസ്. ലെഫ്റ്റ് സൈഡിൽ SRMൻ്റെ ഒരു SRM ദീർഘദൂര വോൾവോ ബസിൻ്റെ സെൻ്ററാണ്. ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇടത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് മദർ ആൻഡ് ചൈൽഡ് ചെന്തിട്ട ജംഗ്ഷനിലാണ് എത്തിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കിള്ളിപ്പാലമാണ്. കിള്ളിപ്പാലം സിഗ്നലിലാണ്. ഫ്രീ ലെഫ്റ്റാണ് സിഗ്നലുണ്ട്, ലെഫ്റ്റിലോട്ട് പോകാനുള്ള സിഗ്നൽ. തിരിഞ്ഞു പോകുന്നതാണ് ചാലക്കുള്ള വഴി. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ ആറ്റുകാൽ ഭഗവതി ടെമ്പിളിലോട്ടുള്ള ബണ്ട് റോഡ് ആണ്. പിന്നെ നേരെ ജഗതി ആറ്റുകാൽ ഭഗവതി ടെമ്പിളിൽ പോവാം. ഇവിടെ വലത്ത് സൈഡിലാണ് DRS ഹോസ്പിറ്റൽ.
ഭയങ്കരമായിട്ട് തിരക്ക് വരുന്ന ഒരു ബൈപ്പാസാണ്. എനിക്കിവിടെയും ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനുണ്ട്. അതും കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസ് കാണാം. ഓക്കെ, നമ്മളിങ്ങനെ ഇവിടുത്തെ അട്ടക്കുളങ്ങരയിലെ ക്ലയൻറ്റ് ഇല്ലായിരുന്നുകൊണ്ട് സ്റ്റാഫിനെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി. മാത്രമേ വരുന്നുള്ളൂ. ഇതിപ്പം പടിഞ്ഞാറേക്കോട്ടയിലോട്ടുള്ളതാണ്. ഇവിടെ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടില്ലേ, റോഡ് ഫുള്ളി മെറ്റൽ കോറിയിട്ട പോലെയാണ്. നന്നായിട്ട് റോഡ് പൊക്കിയിട്ടുണ്ട്. ഒരു ഏരിയയിലൊക്കെ നേരത്തെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. സാധാരണ ഒരു മഴ കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു ഏരിയ ആഗ്രഹം. നല്ല രീതിയിലുള്ള റോഡ് പൊക്കിയിട്ടുണ്ട്. Shasta Sweets
പറഞ്ഞുകൊണ്ടാണ് ശിവഭഗവാൻ ശാപം എന്നുള്ള രീതിയിലാണ് ഈ കൈതപ്പൂവിനെ ഒരു എന്താ പറയുക അമ്പലങ്ങളിൽ ഒരു ആരാധനയ്ക്ക് എടുക്കാത്ത അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. ഇത് റൈറ്റ് സൈഡിലുണ്ടായിരുന്നത് നമ്മുടെ ശ്രീകണ്ഠേശ്വര ശിവഭഗവാൻ വിളിച്ചാവിളിയേക്കുന്ന ഭഗവാനാണ്. ഭയങ്കര പവറാണ്. ഇതിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ SMV സ്കൂളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള അവിടെ ഒരു ശ്രീകണ്ഠേശ്വരം ഉണ്ട്. അതാണ് മൂലസ്ഥാനം. അവിടുത്തെ വിഗ്രഹമാണ് ഇവിടെ മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ. നേരെ വരുന്നത് കുപ്പിടാമൂട് പാലം. സിഗ്നല് ഒന്നും കാണിക്കത്തില്ല. പോകുന്ന പോക്കിന് ഒരു കറക്കമാണ്. പെട്ടെന്ന് കട്ട് ചെയ്തങ്ങ് മുളച്ചോളും. അതിലാണ് കൂടുതൽ ആക്സിഡൻസ് സംഭവിക്കുന്നത്. പക്ഷേ അതൊന്ന് മാറ്റിയെടുക്കാനൊന്നും ആരും ഇടപെടാറില്ല എന്നുള്ളതാണ്. നോക്കാതെ വെട്ടിത്തിരിക്കുന്ന ഒരു ദുരിതം നിർത്തിക്കഴിഞ്ഞാൽ ഏകദേശം 90% ഓട്ടോക്കാർ നല്ല ആൾക്കാർ. പക്ഷേ അതിലൊരു 10% മഹാപോക്കരികൾ അങ്ങനെയുള്ള ആൾക്കാരാണ്. അവർ ഈ 90% വില കളയാൻ വേണ്ടിയിട്ടാണല്ലേ നോക്കത്തില്ല. അങ്ങ് വന്ന് കയറിക്കോളാം. എതിരെ വണ്ടി വരുന്നുണ്ടോ നോക്കത്തില്ല. ആ ബൈക്കുകാരൻ കണ്ടില്ലായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വഴി തന്നെയാണ്. നേരെ പേട്ടയ്ക്കുള്ള വഴിയാണ്. ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ പണിതിട്ടുണ്ട്. നടന്നു പോകാത്തൊക്കെ